Hi guys, welcome back to my channel. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ബാംഗ്ലൂർ മൂവിങ് ഔട്ട് സീരീസ് ആണ്. സോ ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ആർട്ടിക്കിളി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബാംഗ്ലൂരിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പിൽ ഒരു ഡാൻസ് ഡിപ്ലോമ പ്രോഗ്രാം പഠിക്കാനുള്ള. സോ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓഡിഷൻ ചെയ്തു, സെലക്റ്റഡ് ആയി. പിന്നെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു സ്കോളർഷിപ്പിന് ഓൺലൈൻ, അത് അറ്റൻഡ് ചെയ്തു. പിന്നെ അടുത്ത ലാസ്റ്റ് ഇൻ്റർവ്യൂ അവിടെ തന്നെ 24th ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അത് ഫിസിക്കലാണ് ഉണ്ടാവുക. സോ ഞാൻ അതിന് വേണ്ടി പോവുക. അപ്പം ബോളിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പോവാൻ നോക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി 2-3 days മുന്നേ ഇറങ്ങി. ബിക്കോസ് അവിടെ എനിക്ക് ഇൻ കേസ് സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കാൻ എനിക്ക് ഫ്ലാറ്റും സ്റ്റേ ഒക്കെ നോക്കണമല്ലോ. അതുകൊണ്ടാണ് വേഗം വന്നത്. ഇതെൻ്റെ ഫ്രണ്ട്സ് എന്നെ വന്നിട്ട് പിക്ക് ചെയ്തു രാവിലെ. എന്നിട്ട് ഞാൻ ആർഷ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഞാൻ ആക്ച്വലി ആർഷേനെ ഇൻസ്റ്റഗ്രാം ത്രൂ ആണ് പരിചയപ്പെടുന്നത്. അവളൊരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. നമ്മൾ ആദ്യമായിട്ടായിരുന്നു അന്ന് കാണുന്നുണ്ടായേ. മേക്കപ്പ് രണ്ട് കാണുന്ന ആൾക്കാർക്ക് തിരിയൊരു ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടോട്ടെ. നമ്മൾ നാളെ ഉറങ്ങാൻ പോവാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞാൻ റെഡിയായി. ബിക്കോസ് വീട് നോക്കാൻ പോണേയിരുന്നു. ചില ഭംഗിയുണ്ട്. റെഡിയായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. അപ്പോഴത്തേക്ക് ഉച്ചയായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് തന്നിട്ടുണ്ടായ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സിലേക്ക് പോയി നമ്മൾ. Hi guys, so we are here at our first location and I'm waiting for my friend. We are searching for a 2 BHK together. അപ്പം അവളെ കാത്തുക്കാം. Oh, I love the lighting already. സോ ഇപ്പം ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കൂടെയാണ്. ആക്ച്വലി സ്കൂളിൽ എൻ്റെ സീനിയറായി പഠിച്ചതാണ്. നമ്മൾ കുറേ ഡാൻസ് കവേഴ്സൊക്കെ ഒരുമിച്ച് ഈ യൂട്യൂബ് ചാനൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആദ്യം പോയി കണ്ട വീട് അടിപൊളിയായിരുന്നു. ഗേറ്റഡ് കമ്മ്യൂണിറ്റി, ലിഫ്റ്റ് സർവീസ്, പാർക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു 3 BHK ആയിരുന്നു. നമ്മൾ 2 BHK ആണ് നോക്കുന്നുണ്ടായത്. രണ്ടാമത് കണ്ടതിൽ തീരെ സ്പേസ് ഇല്ല. അത് കഴിഞ്ഞ് അർച്ചനയ്ക്ക് ഒരു ഡാൻസ് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ പ്രാക്ടീസിന് പോയി. എന്നിട്ട് ഞാൻ ഇളനീര് കുടിച്ചു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആദ്യം ഇറങ്ങി. നമ്മൾ ബ്രോക്കറേജ് ഒഴിവാക്കാൻ വേണ്ടി ബ്രോക്കേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവൻ കുറച്ച് പ്ലേസസ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയതാണ്. നമ്മൾ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നല്ല സ്പേസ് വേണം. ബിക്കോസ് രണ്ടാളും ഡാൻസേഴ്സാണ്, നമുക്ക് പ്രാക്ടീസൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് സ്പെഷ്യലി നല്ല ലൈറ്റിംഗ് വേണം. പിന്നെ അത്യാവശ്യം ഈസ്തറ്റിക് ആയിരിക്കണം, ബിക്കോസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. പക്ഷെ അന്ന് നമ്മൾ കണ്ട 2 BHKൻ്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു റൂം വലുതായിരിക്കും, പക്ഷെ ഒരു റൂം ഭയങ്കര ചെറുതായിരിക്കും. പിന്നെ ചിലതിൽ ലൈറ്റിംഗ് കുറവ്, പിന്നെ എന്തൊക്കെയോ റീസൺ കൊണ്ട് ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സോ വി കോൾഡ് ഫോർ എ ലഞ്ച് ബ്രേക്ക്. പിന്നെ ഫുഡ് കഴിച്ച് ആദ്യ പണി തുടങ്ങി. എനിക്ക് തോന്നുന്നു ആ ദിവസമാണ് ഏറ്റവും കൂടുതൽ വീട് നോക്കിയത് നമ്മൾ. എത്ര പൈസ? എനിക്ക് തോന്നുന്നു, ഇഫ് ഐ എം നോട്ട് റോങ്, കണ്ടതിലേക്ക് ഏറ്റവും സ്പേഷ്യസ് 2 BHK ആയിരുന്നു ഇത്. പിന്നെ എന്തിനാ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ആക്ച്വലി എൻ്റെ ഡാൻസ് ക്ലാസ് വിൽസൺ ഗാർഡനിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് നോക്കുന്നുണ്ടായത്. Hi guys, I'm going for my final interview for the scholarship. Bye bye. അങ്ങനെ വിത്തിൻ 3 to 4 hours ഓഡിഷൻ കഴിഞ്ഞു. ഈസി ആയിരുന്നു. Guys, I'm leaving tonight and now I got this craving to have some pastry, so we are at Creo Roma. We ordered for a chocoholic pastry and a blueberry cheesecake. I'm gonna taste.
അത് കഴിഞ്ഞിട്ട് എന്താ, ഞാൻ 24-ന് വീട്ടിൽ പോയി, 25-ന് എത്തി. വിത്തിൻ സം ഡേയ്സ് അവരെന്നെ അറിയിച്ചു ദാറ്റ് ഐ ഗോട്ട് ഇൻ ടു ദി സ്കോളർഷിപ്പ് പ്രോഗ്രാം. ഐ വാസ് വൺ അമംഗ് ദ ടു ആൻഡ് ഐ വാസ് വെരി എക്സൈറ്റഡ്. ബിക്കോസ് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സർട്ടിഫൈഡ് ഡാൻസ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വെറൈറ്റി ഓഫ് സ്റ്റൈൽസ് പഠിക്കാനും അങ്ങനെയൊക്കെ. സോ ഈ ഒരു കോഴ്സിൽ എനിക്ക് കണ്ടംപററി ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഭരതനാട്യം, കളരിപ്പയറ്റ്, യോഗ, ഫിറ്റ്നസ് ആൻഡ് കണ്ടീഷനിങ്, അങ്ങനെ പല പല സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. സോ ഐ വാസ് റിയലി ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് അവിടെ പോയി 1st ഒക്ടോബറിനാണ് ക്ലാസ് തുടങ്ങിയത്. ആൻഡ് അവിടെയുള്ള എല്ലാ ഫാക്കൽറ്റീസും ഫ്രണ്ട്സും എല്ലാവരും സജസ്റ്റ് ചെയ്തു ദാറ്റ് അതിനടുത്തായിട്ട് തന്നെ സ്റ്റേ നോക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ദ കോഴ്സ് ഇൻ ഇറ്റ് സെൽഫ് ഇസ് വെരി ടയറിങ്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ ദൂരം വരെ. സോ ഈ ആട്ടുകളരി ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് വിൽസൺ ഗാർഡനാണ്. അപ്പോൾ നമ്മൾ വിൽസൺ ഗാർഡനിലും കുറേ നോക്കി. എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ വീട് ഒക്കെ തപ്പാൻ പോവുമായിരുന്നു. ബട്ട് എന്താ അറിയില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇഫ് ഐ ലൈക്ക് ദ അപ്പാർട്ട്മെൻറ്റ്, ദ റെൻറ്റ് വുഡ് ബി സോ ഹൈ. അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ലൈറ്റ് ഉണ്ടാവില്ല, സ്പേസ് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ഫേസ് തന്നെയായിരുന്നു, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു നമ്മൾ. ആൻഡ് അതേസമയം എൻ്റെ ഫ്രണ്ടും അവളുടെ സൈഡിൽ നിന്ന് റൂംസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഒന്നും അങ്ങ് ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെൻ നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുണ്ടായല്ലോ, ഈ റൂം ഹണ്ടിങ് തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യം പോയി കണ്ട ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് വഴിയായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായേ. അപ്പോൾ അയാൾ അർച്ചനേനെ വിളിച്ച് പറഞ്ഞു ദാറ്റ് ഒരു 2 BHK അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. ബിക്കോസ് അന്ന് നമ്മൾ 3 BHK ആയതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. അപ്പോൾ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മളത് ബുക്ക് ചെയ്തു. ബട്ട് ദ നെക്സ്റ്റ് പ്രോബ്ലം വാസ് വി വർ നോട്ട് ഗെറ്റിംഗ് ദ കീസ്. ഓണറിൻ്റെ കയ്യിൽ തന്നെ കീ ഉണ്ടായിരുന്നില്ല. സോ അത് കിട്ടാൻ കുറേ ലേറ്റായി. ഒക്ടോബർ എൻഡൊക്കെ ആകുമ്പോഴാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് നവംബർ ഫസ്റ്റ് വീക്ക് തന്നെ റീപെയിൻറ്റിങ്ങും കുറച്ച് റിനോവേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. ഇപ്പം ഫൈനലൈസ് ചെയ്ത ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ ലൊക്കേഷൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 6 കിലോമീറ്റേഴ്സ് ദൂരമായിരുന്നു. ഇച്ചിരി ഉണ്ടായിരുന്നു, ബട്ട് എന്നാലും നമ്മളത് എടുത്തു. ബിക്കോസ് വീട് നോക്കി 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 മടുത്തു പോയി. എങ്ങനെയും ഒന്ന് സെറ്റിൽ ചെയ്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളിനി പറ, ഇതിലേതായിരിക്കും നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഇനി വരുന്ന വീഡിയോസിൽ ഹോം ഡെക്കോർ എല്ലാം സെറ്റ് ചെയ്യുന്നത്, മൂവ് ഇൻ ചെയ്യുന്ന അങ്ങനത്തെയൊക്കെ വീഡിയോസ് ആയിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ടേക്ക് കെയർ, ലവ് യു ഓൾ സോ മച്ച്.